Hello my dear friends and families, welcome back to my channel. ഞാൻ പാർവതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ ഞാൻ വരച്ച കുറച്ച് പിക്ചേഴ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡ്രോയിങ്ങിൻ്റെ ഒരു ആർട്ടിസ്റ്റൊക്കെ ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ വരച്ച കുറച്ച് പിക്ചേഴ്സാണ് ഞാൻ കാണിക്കാമെന്ന് വെച്ചത്. സെറ്റ് ഇംഗ്ലീഷ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എവിടെ പഠിക്കാൻ പോകുന്നത് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നത് ടിൻറ്റ് ആർട്ടിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു ഡ്രോയിങ് ക്ലാസ്സാണ്. എൻ്റെ ഒരു വൈബിനൊത്ത ഒരു ക്ലാസ് ആട്ടോ. നല്ല ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ്, സൂപ്പറായിട്ട് ഡ്രോയിങ് പഠിപ്പിക്കും. അപ്പം ഇപ്പോൾ അവർക്ക് 3 ലെവലുണ്ട്. ഫസ്റ്റ് അതായത് നമ്മളുടെ ബേസിക്സ്, നമ്മൾ വരയ്ക്കുന്ന നമ്മളെ കഴിവിനനുസരിച്ച് അവർ ഓരോ ലെവലിലോട്ട് ഇടും. അപ്പം ഞാൻ വരയ്ക്കുന്ന കണ്ടിട്ട് എനിക്ക് ബേസിക്സ് വേണം. അപ്പം ഞാൻ ഓയിൽ പേസ്റ്റൽസിലായിരുന്നു. ഫസ്റ്റ് ലെവൽ ഓയിൽ പേസ്റ്റൽസാണ്. അപ്പം ഞാൻ സെക്കൻഡ് ലെവൽ എത്തി, വിച്ച് ഇസ് വാട്ടർ കളർ. ബട്ട് ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ കാണും. അപ്പം ഞങ്ങൾക്ക് 2 ബുക്സ് ഉണ്ട്. ഒന്ന് ഞങ്ങൾ ഡെയിലി ചെയ്യുന്ന വർക്കുകളും, ഇത് വന്നിട്ട് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് പേപ്പറായിട്ട് ചെയ്യും. അപ്പോൾ അതിനൊരു ചെറിയ ബുക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഇത് ഒരു സ്കെച്ച് ബുക്കാണ്, ബൈൻഡ് ഡ്രീംസിൻ്റെ. സൈസ് ഇത് വരുന്നത് 5.8 ഇൻറ്റു 8.3 ആണ്. 50 ഷീറ്റ്സ് ഉണ്ട്. 140 ആണ് ഇതിൻ്റെ GS. 140 GS ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എൻ്റെ ഡ്രോയിങ്സ് കാണാം. അപ്പോൾ ഫസ്റ്റ് പേജിൽ നിന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഞാൻ വാട്ടർ കളറിൽ ഞാൻ ചെയ്ത ഫസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പറാണ്. Explain any of the process completely given below in just 10 images. Making tea or coffee in the kitchen. അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ്, ടീയോ കോഫിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ്. ഇപ്പം ഞാൻ കോഫിയാണ് ഉണ്ടാക്കിയത്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കിച്ചൺ, പെൻസിൽ ഷെയ്ഡിങ് ആണ്. അപ്പം ഇത് അടുക്കള. നമ്മൾ സ്റ്റവ് കത്തിച്ച് പാത്രം വയ്ക്കുന്നു, പാത്രത്തിലോട്ട് പാലൊഴിക്കുന്നു, അതിലോട്ട് കോഫി പൗഡർ ഇടുന്നു, പിന്നെ അതിലോട്ട് ഷുഗർ ഇടുന്നു, പിന്നെ ആ പാല് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യുന്നു, പിന്നെ ഒരു മഗ് കഴുകുന്നു, മഗ്ഗിൽ കോഫി ഒഴിക്കുന്നു, ബിസ്ക്കറ്റ്സ് വെക്കുന്നു, അത് സെർവ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഞാൻ ഇത് ചെയ്തു. ഇതാണ് ഒരു ടെസ്റ്റ് പേപ്പർ. പിന്നെ ഞാൻ ചെയ്തത് ഈ ഒരു പസിലായിരുന്നു. അപ്പോൾ ഇതൊരു പസിലാണ്, കണ്ടോ. ഇതൊരു ഓട്ടോറിക്ഷേനെ കുറേ പീസസ് ആയിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇതൊരു പസിലായിരുന്നു, അത് ഞാൻ വരച്ചെടുത്തതാണ്. പിന്നെ വിഷ്വലൈസ് ഇൻ യുവർ മൈൻഡ് അബൌട്ട് ദ ബിലോ ഒബ്ജക്ട്സ് that will be in 2050. Then draw and shade it with pencils. അപ്പോൾ ലഞ്ച് ബോക്സും അംബ്രലയും ഡോർ ലോക്കും 2050 എങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് 2050 വരച്ചത് ഇതാണ്. ഇതിലെ സ്പെഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത് ലോക്കുള്ള ഒരു ലഞ്ച് ബോക്സാണ്. പിന്നെ ഈ അംബ്രല ഞാൻ വരച്ചത് ഇതെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളം തട്ടുമ്പോൾ അങ്ങനെ പൂ ഇങ്ങനെ വിരിഞ്ഞ് വരും. അത് പക്ഷേ ശരിക്കും ടീച്ചർ പറഞ്ഞു അതിപ്പോൾ ഇറങ്ങിയതാണ്, പക്ഷേ ടീച്ചർ അറിഞ്ഞില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ എന്തൊക്കെയോ ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞു. ഓക്കെ, പൂ വിരിയുന്ന ഒരു അംബ്രല, നല്ല ക്യൂട്ടായിട്ടല്ലേ പൂവൊക്കെ വെച്ച്. പിന്നെ ഡോർ ലോക്ക് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഫേസ് ഐ ഡി ആക്കും, പിന്നെ ഫിംഗർ പ്രിൻറ്റ്. പിന്നെ നമുക്ക് ലോക്ക് ചെയ്യണോ അൺലോക്ക് ചെയ്യണമെന്ന് കൊടുക്കാൻ പറ്റും. ലോക്ക് ചെയ്യണമെങ്കിലും അൺലോക്ക് ചെയ്യണമെങ്കിലും ഇത് ചെയ്യണം, അതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന നോൺ ഡോമിനൻറ്റ് ഹാൻഡ് ഡ്രോയിങ് ആയിരുന്നു. ഇത് ഈ ഒരു ട്രക്ക് ഞാൻ ലെഫ്റ്റ് കൈ വെച്ച് വരച്ചായിരുന്നു, ഈ ട്രക്ക്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ടെസ്റ്റ് പേപ്പർ ബുക്ക്. ഇനി നമുക്ക് വർക്ക് നോക്കാം. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഡ്രോയിങ് ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജിൻജാർട്ടി പോകട്ടോ, നല്ല സൂപ്പറായിട്ട് അവർ പഠിപ്പിക്കും. അതുമാത്രമല്ല അവരുടേതായ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ കുറച്ച് എനിക്കറിയാവും, പക്ഷേ കുറേ സാധനം. അപ്പോൾ വാട്ടർ കളറിൽ എൻ്റെ ഫസ്റ്റ് ടെറിട്ടറി ആയിരുന്നു ഇതൊക്കെ അവർ പറഞ്ഞു തന്നു, നല്ല മനസ്സിലാക്കിപ്പിച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതി തന്നായിരുന്നു ടീച്ചർ. എനിക്ക് ടീച്ചർ എഴുതി തന്നു പ്രൈമറി കളേഴ്സ് എന്താണ്, സെക്കൻഡറി കളേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇത് ഒരു ഗ്രാസ് വരയ്ക്കാൻ അവർ ഒരു സ്റ്റെപ്പായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ടിൻറ്റ് അക്കാഡമി പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഡ്രോയിങ് ഒക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക ടിൻറ്റ് അക്കാഡമി.
ഞാൻ പോകുന്ന ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള ജിഞ്ച അക്കാഡമി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പോകാനും എനിക്ക് നല്ല എളുപ്പമാണ്. അപ്പം ഇതാണ് ഗ്രാസ് അവർ പഠിപ്പിച്ചത്. ഇതായിരുന്നു ഞാൻ വരച്ചത്. ഇത് ഞാൻ വരച്ചത്, ടീച്ചർ വരച്ചത്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സ്റ്റെപ്പ് ടീച്ചർ ചെയ്യും, ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യും. അങ്ങനെയാണ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ സ്റ്റെപ്സും പഠിപ്പിക്കുന്നത്. അടുത്ത ഒരു ട്രീ, ഇതും അതേപോലെ തന്നെ ടീച്ചർ വരച്ചു, ഞാൻ വരച്ചു. ഇത് ടീച്ചർ എന്താ പറയുക, നല്ല എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് ഓരോ ടോപ്പിക്കും നമ്മൾ ചെയ്യുന്നതും ടീച്ചർ നല്ല എക്സ്പ്ലെയിൻഡ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ഓരോ സ്റ്റുഡൻസിനും നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. അപ്പം നമുക്കും ഒരു നന്നായിട്ട് മനസ്സിലാവും ആ ടോപ്പിക് എന്താണിത് വരച്ചത് എന്നൊക്കെ ഒരു നല്ല എക്സ്പ്ലെയിൻ ചെയ്താണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഞാൻ ഫസ്റ്റ് വർക്ക് ഈ ഒരു സിമ്പിൾ വർക്കായിരുന്നു. ഇത് നല്ല സിമ്പിളായിട്ട് ഞാൻ ചെയ്തു. ഓക്കെ, അടുത്തത് പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു. ഞാൻ ഈ സ്നേക്കിനായിരുന്നു വരച്ചത്. അടുത്ത ദിവസം ഞാൻ വരച്ചത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു റാബിറ്റ് എന്നൊക്കെ പറയാം, കങ്കാരുകളോ എന്തോ പറഞ്ഞില്ല. അപ്പം ഞാൻ നല്ല ക്യൂട്ടായിട്ട് അതേപോലെ വരച്ചെടുത്തു. പിന്നെ പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു. ഇറ്റ് വാസ് ഇത് ശരിക്കും പറഞ്ഞ ഇതിൻ്റെ കിഡ് വെർഷനാണ് ഞാൻ വരച്ചത്. അതായത് വരച്ച് വന്നപ്പോൾ ഇങ്ങനെയായി. എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ടീച്ചർ പറഞ്ഞു. പിന്നെ എൻ്റെ ഫസ്റ്റ് എവർ കാലിഗ്രഫി ആയിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഫെയ്ത്ത്, ഹോപ്പ്, ബ്രേവ് അങ്ങനെയൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്. സിമ്പിൾ വർക്കായിരുന്നു. എനിക്ക് സൂപ്പർ. ഓക്കെ, ഇനി ഈ ഒരു വർക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഞാൻ നല്ല പാടുപെട്ടിട്ടുണ്ട്. ഈ കസേര മാത്രം ഒന്ന് കുളമായിപ്പോയി. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തു. ഐ ലവ് ഇറ്റ് ഗൈസ്. പിന്നെ ഞാൻ ഈ ഒരു പെൻസിൽ ഡ്രോയിങ് ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വരച്ചത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയിട്ട് ജിഞ്ച അക്കാഡമി എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നല്ല സൂപ്പർ ഡ്രോയിങ് ക്ലാസ്സാണ്, നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാം. കാരണം ഞാൻ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആൻഡ് എവറിത്തിങ് സോ നൈസ്. പിന്നെ ഇതിന് വരയ്ക്കാനുള്ള ഈ ബുക്ക്, പിന്നെ അതിൻ്റെ സംഭവങ്ങളെല്ലാം അവർ തന്നെ കേട്ടോ തന്നിട്ടുള്ള, നമ്മളൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. ബുക്ക് അവർ തന്നു, ബാഗ് തന്നു. പിന്നെ അതിൻ്റെ ഞാൻ വാട്ടർ കളർ ആയതുകൊണ്ട് എനിക്ക് വാട്ടർ കളറിൻ്റെ പാലറ്റ്, ട്യൂബ്, പിന്നെ വെള്ളത്തിൽ മുക്കുന്ന സംഭവം, ബ്രഷ് എല്ലാം തന്നു. പിന്നെ ഞാൻ ഓയിൽ പേസ്റ്റൽസ് ആയിരുന്ന സമയത്ത് ഓയിൽ പേസ്റ്റൽസിൻ്റെ ക്രയോൺസ് എല്ലാം തന്നു. ബാഗ്, ഷാർപ്നർ, പെൻസിൽ സെറ്റ് എല്ലാം. പിന്നെ പെൻസിൽ ഷെയ്ഡിങ്ങും അവർ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഇടുക. ഇനി നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇനി അവർ സെറ്റിങ്സ് ആ കമൻറ്റ് എന്താ എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ കുറേ പോയി ചെയ്തു. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. അപ്പോൾ ഇത് എനിവേസ് ഈ ഒരു ഇത് വർക്കാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും അതിനെപ്പറ്റിയൊരു വീഡിയോ. ഇനി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ, ഇപ്പോൾ ഇതിലിടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ നല്ലൊരു ഡ്രോയിങ് ക്ലാസ്സാണ്. ഞാൻ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ പഠിക്കാൻ. ബട്ട് ഓരോ സ്റ്റെപ്പും ഞാൻ പറഞ്ഞില്ല, ഓരോ ഇപ്പം ഞാൻ വാട്ടർ കളർ എത്തിയോണ്ട് തന്നെ ഓരോ സാധനങ്ങളും അവർ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓയിൽ പേസ്റ്റൽസ് ആയിരുന്നെങ്കിൽ അവരെല്ലാ കോൺസെപ്റ്റും നല്ല ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലാണ് ഓരോ കുട്ടികളും വരയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഓരോ പേരും അതിനനുസരിച്ച് നമ്മളുടെ ഒരു സ്കില്ലിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ വർക്കൊക്കെ വരയ്ക്കാൻ നല്ല സിമ്പിളാണ്. പിന്നെ ഈ ടെസ്റ്റ് പേപ്പേഴ്സും എല്ലാം ഇറ്റ് വാസ് സോ ഗുഡ് എന്ന് പറഞ്ഞാൽ സോ ഗുഡായിരുന്നു. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് ഇഷ്ടമുള്ള ടൈമിങ്ങിനും പോകാൻ പറ്റും. ഞാൻ പോയ സ്ഥലത്ത് 3 ടൈമിംഗ് ഉണ്ടായിരുന്നു, 3 ഷെഡ്യൂളുണ്ട്. അതായത് 3 സമയത്താണ് അവർക്കുള്ളത്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ഞാൻ വൈകുന്നേരത്തെ ലാസ്റ്റ് ബാച്ചായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് അപ്പോഴായിരുന്നു കുറച്ചും കൂടെ പോകാനുള്ളത്. അപ്പം ഞാൻ 6 തൊട്ട് 7:30 വരെയുള്ള ബാച്ചിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ബട്ട് ഞാൻ സത്യം ഹോണസ്റ്റായിട്ട് ഞാൻ പറയാണ്, നന്നായിട്ട് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിത് റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു ക്ലാസ്സിനൊക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും അതിൽ പോകാൻ. So that's for today's video and bye bye. Thank you for watching.